ഹലോ! ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു മീഷോ ഓർഡർ പാക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാമേ. ഏകദേശം 1 വർഷത്തിന് മേലെയായി ഞാൻ മീഷോയിൽ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവർക്കും ഉള്ള കുറേയേറെ സംശയങ്ങളുണ്ട്. ജിഎസ്ടി ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ? അതുപോലെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാൻ ആള് വരുമോ? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് ജിഎസ്ടി ഇല്ലാതെ തന്നെ എൻറോൾമെന്റ് ഐഡി വെച്ച് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ആ എൻറോൾമെന്റ് ഐഡി ഉപയോഗിച്ച് കേരളത്തിനുള്ളിൽ മാത്രമുള്ള സെയിലേ നമുക്ക് സാധിക്കുള്ളൂ ട്ടോ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാനായിട്ട് ഡെലിവറി ഏജന്റ് നമ്മുടെ വീടിനടുത്ത് തന്നെ വരും. എന്തായാലും ഒരു ലോങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. മീഷോയിൽ എങ്ങനെ നമുക്കൊരു നല്ല സെല്ലർ ആകാം എന്നുള്ളതിന്. ഒരുപാട് പേരുടെ സംശയങ്ങളാണ് ഈ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് വാങ്ങിക്കുക? ഓൺലൈനായിട്ട് കിട്ടുമോ? അങ്ങനെയൊക്കെയുള്ളതല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു സംശയമാണ് നമ്മൾ പ്രൊഡക്റ്റിന് എന്ത് പ്രൈസാണ് ഇടേണ്ടത്? അത് മീഷോയാണോ നിശ്ചയിക്കുന്നത്? അങ്ങനെയുള്ള കുറേയേറെ സംശയങ്ങൾ. ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു ആദ്യമേ. ഇങ്ങനെ ചെയ്താണ് ഞാനിതിലേക്ക് എത്തിയത് കേട്ടോ. വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ മാക്സിമം വിനിയോഗിക്കുക. വീട്ടമ്മമാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ? നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ. നെക്സ്റ്റ് മന്തുള്ള ഗീവ് അവേക്കായി ഞാൻ ഗിഫ്റ്റുകളൊക്കെ ഇപ്പോഴേ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും പിന്നെ കാണാം. ബൈ ബൈ.